ഞാൻ എത്ര അധ്വാനിച്ചാലും, ഞാൻ എത്ര പകരം കൊടുത്താലും, ഞാൻ എത്ര സംരക്ഷിച്ചാലും, ഞാൻ എത്ര നല്ല വാക്ക് പറഞ്ഞാലും, ഞാൻ എത്ര സ്വസ്ഥതയും സമാധാനവും കൊടുത്താലും, ഞാൻ എത്ര പൊന്നുപോലെ എന്റെ പ്രായമായ മാതാപിതാക്കളെ നോക്കിയാലും എന്നോടവർ വർത്തിച്ചതുപോലെ തിരിച്ചവരോടും എനിക്ക് വർത്തിക്കാൻ കഴിയില്ല. കാരണം തിരിച്ചു വർത്തിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് റബ്ബേ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥന സഹോദരങ്ങളെ വലിയ ഗുണപാഠമാണ് നമുക്ക് നൽകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കൾ, രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇല്ലായ്മയുടെ കാലത്ത്, പ്രതിസന്ധിയുടെ കാലത്ത്, ദുരിതത്തിന്റെ കാലത്ത്, പുരോഗമനം സാധ്യമാകാത്ത കാലത്ത്, സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള കാലത്ത് മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുള്ള ബാധ്യതയും കടപ്പാടും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവാസ ലോകത്ത് വിവാഹം കഴിച്ചതിന് ശേഷം 1-2 മാസം മാത്രം നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോ 10, 55, 60 വയസ്സായി കഴിയുമ്പോ ആ മാതാപിതാക്കളോട് മാന്യമായി ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ പിന്നെ ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, രൂപഭാവങ്ങളിൽ, മതത്തിന്റെ വേഷഭൂഷാദികളിൽ നാം എത്ര മികച്ചു നിന്നിട്ടും കാര്യമില്ല. ആ മാതാപിതാക്കളോട് ഒരു നല്ല വാക്കു പറയാൻ, അവരെ ചേർത്തുപിടിക്കാൻ, അവരുടെ മനസ്സിന് സന്തോഷം പകർന്നു നൽകാൻ ഈ ദിനങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മരുമക്കളുടെ ഇഷ്ടത്തിനു വേണ്ടി ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ഇഷ്ടത്തിനു വേണ്ടി ചേർന്ന് നിൽക്കുകയും കുടുംബത്തിൽ മാതാപിതാക്കളെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധരായ ചില ആളുകൾ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് നാം കാണുന്ന ചില കാഴ്ചകളുണ്ട്, നാം ചിന്തിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഈ മാതാപിതാക്കൾക്ക്, പ്രായമായ ഈ അമ്മമാർക്ക്, പ്രായമായ ഈ ഉമ്മമാർക്ക് മക്കളുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്, എത്രയോ ശമ്പളം വാങ്ങുന്നവരുണ്ട്, ഭാര്യയുടെയും മക്കളുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരുണ്ട്. എന്നാൽ പ്രായമായ ആ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തവർ ഈ ലോകത്ത് തന്നെ ശിക്ഷക്ക് അർഹരാണ്.